Hello friends, welcome to Rajeev's Vlogs. ഇന്ന് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു 80,000 താഴെ വരുന്ന ടോപ്പ് പ്രോസസ്സറുകളുള്ള 5 ക്യാമറകളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു ഡൗട്ട് വന്നിരുന്നു, എന്തുകൊണ്ടാണ് Canon 1DX Mark III ഒക്കെ ഈ ഒരു ടോപ്പ് 5ൽ വരാഞ്ഞതെന്ന്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളിതിനകത്ത് ടോപ്പ് 5 പ്രോസസ്സറുകളാണ് നോക്കുന്നത്. ഓരോ ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടോപ്പ് 5 പ്രോസസ്സറുകളാണ് നോക്കുന്നത്. ഇപ്പോൾ 1DX Mark III എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇപ്പം നമുക്ക് 1DX Mark III നമുക്ക് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. അതായത് കാട്ടിൽ പോയാലോ മഴയത്ത് പോയാലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. പക്ഷേ നമ്മുടെ ടോപ്പ് 5ൽ വന്നിരിക്കുന്ന ഇപ്പം ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ നമുക്കിതുപോലെ കാട്ടിലോ മഴയത്തോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും റഗഡ് അല്ല, വെതർ സീൽഡ് അല്ല. അപ്പോൾ നമ്മളൊരു ടോപ്പ് പ്രോസസ്സറുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോകളിൽ നമ്മൾ നോക്കുന്നത്. നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പ് 5 നോക്കാം. ഏകദേശം 80,000 രൂപയ്ക്ക് താഴെയുള്ള ക്യാമറകളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്തായാലും ഏറ്റവും ബോട്ടത്തിൽ നിന്ന് വരാം. നമ്പർ 5 പൊസിഷനിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നൈക്കോൺ ക്യാമറകളുടെ വിലയെല്ലാം ഞാൻ നൈക്കോൺ ഇന്ത്യ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ബോഡി ഉള്ളി മാത്രം വിലകളാണ്. അപ്പോൾ ഈ ക്യാമറയുടെ വില 54,550 രൂപയാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 84 നമ്മളിത് DxO മാർക്കിൻ്റെ റേറ്റിംഗ് ആണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ 84 ഈ ഒരു ക്യാമറയുടെ റേറ്റിംഗ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ 100 റേറ്റിങ്ങിന് മുകളിലുള്ള ക്യാമറകളാണ് നോക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്യാമറകൾ മാത്രം തിരഞ്ഞു പിടിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ്. നമുക്കിനി നമ്പർ 4ലേക്ക് വരാം. സോണി A6300 ക്യാമറയാണ് നമ്പർ 4ൽ. ഈ ക്യാമറയുടെ വില എന്ന് പറഞ്ഞാൽ 79,500 രൂപയാണ് ഈ ക്യാമറയുടെ വില. അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് 5ൽ ഒരു ഏറ്റവും വില കൂടിയ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 4ൽ വന്നിരിക്കുന്ന സോണി A6300 ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും വില റേറ്റിംഗ് 84 തന്നെയാണ്. സെയിം റേറ്റിംഗ് ആണ്, ചെറിയ വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. മൂന്നാം സ്ഥാനത്ത് നൈക്കോണിൻ്റെ D7400 ക്യാമറയാണ്. ഈ ക്യാമറയുടെ വില എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും നമ്മുടെ A6300-നെക്കാട്ടും വില കുറവാണ്. 68,450 രൂപയാണ് നൈക്കോണിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ചെറിയൊരു റേറ്റിംഗിൽ വ്യത്യാസമുണ്ട്. 85 DxO മാർക്കിൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ 2 ക്യാമറയിലേക്ക് പോകാം. രണ്ടാം സ്ഥാനത്ത് നൈക്കോണിൻ്റെ തന്നെ D3400 ക്യാമറയാണ്. അപ്പോൾ ഇതൊരു നൈക്കോൺ ഭരിക്കുന്ന ഒരു കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, സെൻസറിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വേറെ ഒത്തിരി Canon ക്യാമറകളുണ്ട്, നൈക്കോൺ അല്ല സോണിയുടെ തന്നെ ക്യാമറകളുണ്ട് ഈ ഒരു കാറ്റഗറിയിലൊക്കെ. അപ്പോൾ പ്രൊസസ്സറാണ് നമ്മുടെ മെയിൻ കൺസേൺ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഞാനിത് ബേസ് ചെയ്തിരിക്കുന്നത് DxO മാർക്കിൻ്റെ ടെസ്റ്റ് സ്കോറുകളെയാണ്. ഇച്ചിരി അത്യാവശ്യം ഒതൻറ്റിക് ആയിട്ടുള്ള സ്കോറുകളാണ്. അപ്പോൾ ഈ ക്യാമറയുടെ വില എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. എല്ലാം ബോഡി ഉള്ളി മാത്രം വിലയാവട്ടെ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നമ്പർ 1 സ്പോട്ടിലേക്ക് വരാം. ഒന്നാം സ്ഥാനത്ത് നൈക്കോൺ D7200 ക്യാമറയാണ്. ഇതിൻ്റെ റേറ്റിംഗ് 85. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് 85 ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്യാമറകളുടെ പ്രോസസ്സറുകൾക്ക്. നമ്മൾ മുൻപ് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 100-ന് മുകളിൽ റേറ്റിംഗ് ഉള്ള ക്യാമറകളാണ്. അപ്പോൾ ഈ 100-നും 85-നും താഴെ ഒരു 90 കാറ്റഗറിയിൽ വരുന്ന ക്യാമറകളുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ക്യാമറകളുടെ വില എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷത്തിനും 1 ലക്ഷത്തിനും ഒക്കെ ഇടയ്ക്ക് വരുന്ന ക്യാമറയാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു കാറ്റഗറിക്കായിരുന്നു നമുക്ക് റിക്വസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറി എടുത്ത് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ക്യാമറകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാമറ, അതായത് നമ്പർ 1 ക്യാമറ D7200 ആണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 87. 65,000 രൂപയാണ് ഈ ക്യാമറയുടെ ബോഡിയുടെ വില. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പ് 5 വില കിട്ടിയല്ലോ. അപ്പോൾ ഈ ടോപ്പ് 5ൽ നമുക്ക് കൂടുതലും നൈക്കോൺ ക്യാമറകളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ടോപ്പ് 5 ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്യാമറ ഡിസിഷനിൽ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം മുതലായ സോഫ്റ്റ്വെയറുകളും ഫോട്ടോഗ്രാഫി ട്രാവൽ പുറകെ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു, കൊറോണയൊക്കെ കഴിയണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.